അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെതിരെ കുടുംബം. അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊലപാതകമാണെന്നും അതുല്യയുടെ മാതാപിതാക്കൾ 24നോട് പറഞ്ഞു. 17-ാം വയസ്സിൽ അതുല്യയുടെ വിവാഹം ഉറപ്പിച്ചത് മുതൽ മരണം വരെ അതുല്യ നേരിട്ടത് കൊടിയ പീഡനമെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. അതുല്യയുടേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അമ്മ തുളസിഭായ്. 3 മാസങ്ങൾക്ക് മുൻപാണ് അതുല്യ ഒടുവിലായി നാട്ടിലെത്തിയത്. താൻ മരിച്ചെന്നറിഞ്ഞാൽ ഭർത്താവ് സതീഷ് കൊന്നതാണെന്ന് വിചാരിച്ചേക്കണമെന്ന് മകൾ പറഞ്ഞിരുന്നു. എന്റെ മോള് പലവട്ടം മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കോൾ വിളിക്കുമ്പോഴും പറയാം, അമ്മേ ഞാൻ എന്റെ കുഞ്ഞിനോടും അവള് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഒരിക്കലും ഞാൻ മരിക്കത്തില്ല, സ്വയം ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ലമ്മേ, അഥവാ ഞാൻ മരിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ കൊന്നയാന്ന് വിചാരിച്ചോണം. 17-ാം വയസ്സിൽ അതുല്യയുടെ വിവാഹ നിശ്ചയവും 18-ാം വയസ്സിൽ വിവാഹവും കഴിഞ്ഞു. അന്നു മുതൽ ശാരീരികവും മാനസികവുമായുള്ള പീഡനമായിരുന്നു. ബുദ്ധിമുട്ടാണെങ്കിൽ ബന്ധം ഉപേക്ഷിക്കാനും വീട്ടിലേക്ക് വരാനും വീട്ടുകാർ പറഞ്ഞിരുന്നു. 10 വയസ്സുള്ള മകളെ കരുതി എല്ലാം ക്ഷമിച്ചും സഹിച്ചു നിന്നു. പലപ്പോഴും ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നും പറ്റിപ്പോയെന്നുമൊക്കെ സതീഷ് മാപ്പ് പറഞ്ഞിരുന്നു. ഇതിൽ മനസ്സലിവ് തോന്നിയാണ് മകൾ വിവാഹബന്ധത്തിൽ തുടർന്നതെന്നും മാതാപിതാക്കൾ. മകള് ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് കുഞ്ഞിന് വേണ്ടി, അവളുടെ മകൾക്ക് വേണ്ടി, ഓവർ മദ്യപാനമാവുന്ന സമയത്ത് ഒരുപാട് ആക്രമണത്തിനവയും വളരെ മൃഗീയമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് പോലും എന്റെ മകൾ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയായിരുന്നു. പലവട്ടം ഇങ്ങനെ ഉപദ്രവം സഹിക്കാതെ ഒരു കോടതിയിലൊക്കെ ഞങ്ങൾ കേസ് കൊടുത്തതായിരുന്നു. കേസ് കൊടുത്ത് അവൻ രണ്ട് കൗൺസിലിംഗ് നടത്തിയിട്ട് ഞങ്ങളറിയാതെ ഒപ്പിടിയിപ്പിച്ച് അതിനെ കൊണ്ട്. കടുത്ത മദ്യപാനിയും മാനസിക വൈകൃതവുമുള്ള സതീഷ് മകളെ കൊലപ്പെടുത്തിയതാണെന്ന പിതാവ് രാജശേഖരൻ പിള്ളയുടെ പരാതിയിലാണ് തെക്കുംഭാഗം പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തത്. 24 കൊല്ലം. കുടുംബവുമായി മകന് ബന്ധമില്ലെന്ന് സതീഷിന്റെ മാതാവ് ഉഷ 24നോട്. മകൻ വിളിക്കാറില്ലെന്നും മാതാവ് പറഞ്ഞു. അതേസമയം അതുല്യയുടെ മരണത്തിന് പിന്നാലെ നാട്ടുകാരെ വിളിച്ച് താൻ നിരപരാധിയെന്ന് സതീഷ് ന്യായീകരിച്ചു. അവസാനമായിട്ട് ഇവിടെ എത്തിയത് എൻ്റെ മൂത്തമ്മ മരിച്ചിട്ട് 5 വർഷമായി. അപ്പോൾ അന്നും വന്നില്ല. പിന്നെ അതിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനായിട്ട് അവർ രണ്ടുപേരുടെ വന്ന് കല്യാണം പറയാനായിട്ട് ഇവിടെ വന്ന്, അന്നാണ് മരിച്ചനൊക്കെ അവരുടെ വീട്ടിലാണ് ഗൾഫിൽ നിന്ന് വന്നത്. വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ മരിച്ചനെങ്കിലും ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് കല്യാണവും പറഞ്ഞ് പോയ അന്ന് ഞാൻ കണ്ടതാ. പിന്നെ ഞങ്ങൾ എന്നെ വിളിക്കാറോ ഒരു കാര്യങ്ങളുമില്ല. സതീഷിനെ കുറിച്ച് അമ്മ ഉഷയുടെ വാക്കുകളാണിത്. 4 വർഷം മുമ്പാണ് സതീഷ് അവസാനമായി വീട്ടിൽ വന്നതെന്നും തന്നെ വിളിക്കാറില്ലെന്നും ബിങ്ങി പൊട്ടിക്കൊണ്ട് അമ്മ പറയുന്നു. എന്നെ വിളിക്കാറില്ല. എന്നെയല്ല, ഇവിടെ ഞങ്ങൾ കുടുംബമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അങ്ങനെ അതുല്യ മോൻ വിളിക്കുന്നില്ലല്ലോ, പിന്നെ എന്താ അതുല്യ വിളിക്കണ്ടേ? അതുല്യയും മകനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയില്ലെന്നും ഉഷ 24നോട് പറഞ്ഞു. മരണത്തിന് ശേഷം സതീഷ് നാട്ടുകാരെ പലരെയും വിളിച്ച് താൻ നിരപരാധിയാണെന്ന് പറഞ്ഞു. കൊലപാതക സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്ന് അയൽക്കാരൻ ആന്റണി. ആ കൊച്ചിന്റെ പീഡനങ്ങളുള്ള വീഡിയോ ഉണ്ടല്ലോ, പിച്ചാത്തി എടുത്ത് കുത്താൻ ചെല്ലുക, തലക്കെടുത്ത് പ്ലേറ്റ് കൊണ്ടടിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നെഞ്ചിനകത്ത് കയറി ഇടിക്കുക, ഇങ്ങനെയാണ്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിന് സാധ്യത ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബന്ധുക്കളുമായും നാട്ടുകാരുമായും സതീഷിന് ബന്ധമില്ലെന്നും ഇവർ പറയുന്നു. 24 കൊല്ലം.